ഹലോ, വെൽക്കം ടു മൈ ചാനൽ ക്രോഷേ ലൂപ്സ്. ഇന്ന് നമുക്ക് ക്രോഷയുടെ കുറച്ച് ബേസിക് സ്റ്റിച്ചസ് നോക്കിയാലോ. നമ്മൾ ഷോർട്സിലൊക്കെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിടാവോ എന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന യാണാണ് അരാൻ കോട്ടൺ യാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മാജിക് നീഡൽ എന്ന് പറയുന്നൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. ഹോബി സ്റ്റോർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ അരാൻ കോട്ടൺ യാണിൽ കൂടുതലായിട്ടും ഈ ലേബലിനകത്ത് നമ്മൾ ഏതൊക്കെ ഹുക്ക് സൈസ് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ 3.5 mm ഹുക്ക് സൈസാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ തരത്തിൽ സ്ലിപ്പ് നോട്ടുകൾ ഇട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇടുന്നതും പിന്നെ അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണം, മീൻസ് അത് കയ്യിൽ വന്നോളണം, നിങ്ങൾക്കത് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ലല്ലോ. അല്ലാതെ വേറെ കുറച്ച് മെത്തേഡും കൂടെ പറയാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതല്ല ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. ഇത് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നത് കണ്ടിട്ട്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇത് ഒരു സ്ലിപ്പ് നോട്ട് മെത്തേഡായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗറിലും സ്മോൾ ഫിംഗറിലും ഒന്ന് ചുറ്റിച്ച് വിട്ടിട്ട് ഇതേപോലെ ഇനി ആ യാണിനെ യാൺ ഓവർ ചെയ്യുക. ആ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് വീഴും. ഇതൊരു ഈസി മെത്തേഡാണ്, പക്ഷേ എന്നാൽ പോലും ഇത് ഇത്രയും ചെയ്യണ്ടേ എന്നുള്ള പണിയുണ്ട്. അത് വേണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് റിപ്പീറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയിൻസ് ഇട്ടിട്ട് പോവാം. ഓക്കെ അല്ലേ? ഇത് ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു മെത്തേഡും കൂടി നോക്കാം. അത് ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് കാണിക്കാം കേട്ടോ, കാരണം അത് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഇങ്ങനെയും ചെയ്യാം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട്. ഇനി ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ഒരു റൗണ്ട് ഉണ്ടാക്കണു, ഇങ്ങനെ റൗണ്ട് ഉണ്ടാക്കണു. എന്നിട്ട് ആ റൗണ്ടിനുള്ളിലൂടെ തന്നെ ആ പുറത്തെടുക്കുന്ന യാണിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇത് സിമ്പിളാണ്. ഞാൻ ആ വലിച്ചെടുക്കുന്നത് ഹുക്ക് കൊണ്ട് ചെയ്യലുണ്ട്. ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സ്ലിപ്പ് നോട്ട് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ലിപ്പ് നോട്ട് മെത്തേഡ് 2 ആണേ. കേട്ടോ, ഇങ്ങനെ എടുക്കുക. ഞാൻ സാധാരണ ഹുക്ക് ഇട്ടിട്ട് അതിനകത്തോട് വലിച്ചെടുക്കാറുണ്ട്. ഓക്കെ, ഇതൊരു മെത്തേഡ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് ഫിംഗറിൽ ഒന്ന് റാപ്പ് ചെയ്ത് വിടുക. ഇതേപോലെ തന്നെ ചെയ്ത് ആ പുറമേ കിടക്കുന്ന യാണിനെ ഒന്ന് ഇതിൻ്റെ പൊക്കത്ത് കൂടെ വലിച്ചിട്ടാൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് ഹുക്ക് യൂസ് ചെയ്യണ്ട, ഇതല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. നോക്കിയോളൂ കേട്ടോ. എടുക്കണു, ഇൻഡെക്സ് ഫിംഗറിൽ ഒന്ന് റാപ്പ് ചെയ്യണു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കേട്ടോ. എന്നിട്ട് റൈറ്റിൽ കിടക്കുന്ന യാണിനെ ലെഫ്റ്റിൽ കിടക്കുന്ന യാണിൻ്റെ പൊക്കത്തോട്ടൊന്ന് വലിച്ച് പുറത്തേക്ക് വലിക്കുമ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് വരും. ഇതും ഒരു സ്ലിപ്പ് നോട്ട് മെത്തേഡാണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവും, പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റണുള്ളൂ. അതാണ് കാണുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തോന്നുന്നില്ലേ, അത് മതി. അപ്പോൾ സെറ്റാണ്. ഇനി നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചസ് വീഴ്ത്താം. കണ്ടോ? ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് അത് റിപ്പീറ്റ് കാണിക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് യാണിനെ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം ചെറിയ ഫിംഗറിലൊന്ന് ചുറ്റി, ഇൻഡെക്സ് ഫിംഗറിലൊന്ന് ചുറ്റിച്ചു, എഗെയിൻ ഒന്നും കൂടി ഒന്ന് ചുറ്റിക്കണം. എഗെയിൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ചെറിയ ഫിംഗറിൽ, ഇൻഡെക്സ് ഫിംഗറിൽ, ദെൻ ഒന്നും കൂടെ ചുറ്റിക്കുക. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ, അതായത് ഇത് കയ്യിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓരോ തവണ ലൂപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം അത് കയ്യിൽ നല്ല പോലെ വരും വേണം. എവിടെയും തടസ്സമില്ലാണ്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് വന്നുകൊണ്ടിരിക്കണം.
ആ ഒരു രീതിക്ക് എനിക്ക് ഇങ്ങനെ പിടിക്കാനാണ് യാൺ ഹോൾഡ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ, എനിക്ക് ഇത് മാത്രമേ നിശ്ചയമുള്ളൂ. അതാണ് സംഭവം കേട്ടോ. എന്നിട്ട് ചെയിൻ സ്റ്റിച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഓരോ ലൂപ്പിനകത്ത് കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് അതേപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്യുക, യാൺ ഓവർ ചെയ്യണു, ലൂപ്പിനകത്തൂടെ വലിക്കുന്നു. അങ്ങനെ ചെയിൻ സ്റ്റിച്ച് വീഴും. അപ്പം നമ്മളിവിടെ ഒരു 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ എന്താന്ന് നോക്കാം. സിംഗിൾ ക്രോഷ്യ നോക്കാൻ നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗമല്ലേ അതങ്ങ് സ്കിപ്പ് ചെയ്തു. രണ്ടാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്തു, ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു. എന്നിട്ട് ഓക്കെ അല്ലേ, ആ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ. ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു. എന്നിട്ട് നേരെ തന്നെ യാൺ ഓവർ ചെയ്യണു. ഹുക്കിൻ്റെ പുറത്തൂടെ അതേപോലെ തന്നെ പുറത്തേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തിട്ട് വീണ്ടും ആ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക. പിന്നെ നമ്മളിവിടെ ക്രോഷ്യയുടെ അബ്രിവേഷൻസും ക്രോഷ്യയുടെ സിമ്പിൾസും ഒക്കെ സൈഡിൽ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ SC ആണ്, ഡബിൾ ക്രോഷ്യ പറയുമ്പോൾ DC ആണ്, സ്ലിപ്പ് സ്റ്റിച്ച് പറയുമ്പോൾ SL ST ആണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് അവിടെ സൈഡിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ട്. ഞാനിപ്പോൾ ഡബിൾ ക്രോഷ്യ കാണിക്കാം കേട്ടോ. അടുത്ത സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു, യാണിനെ ഒന്ന് ചുറ്റിക്കണു, അതേപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരണു. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. അപ്പോൾ കിട്ടുന്ന ആദ്യ 2 ലൂപ്പിലൂടെ മാത്രം യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുന്നു. പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് വലിക്കുന്നു. യാൺ ഓവർ പുൾ ത്രൂ എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് യാണിനെ ചുറ്റിക്കണു, പുറത്തേക്ക് കൊണ്ടുവരണു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വീണ്ടും യാണിനെ ഒന്ന് ചുറ്റിച്ചു, അതിലൂടെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരണു. 3 ലൂപ്പ് കിട്ടും. ആദ്യം കിട്ടുന്ന 2 ലൂപ്പിലൂടെ നമ്മൾ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് വലിക്കുന്നു. പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുന്നു. ഇതാണ് ഡബിൾ ക്രോഷ്യ വരുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ നിങ്ങൾക്ക് സെറ്റ് അല്ലേ. ഇനി ട്രിപ്പിൾ ക്രോഷ്യ എന്താണെന്ന് കാണിക്കാം. ഒന്നുകൂടെ നമുക്ക് ഡബിൾ ക്രോഷ്യ നോക്കാം കേട്ടോ. യാണിനെ ആദ്യം ഒന്ന് ചുറ്റിക്കണം. അത് കഴിഞ്ഞിട്ട് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. പുറത്തേക്ക് വലിക്കുമ്പോൾ 2 3 ലൂപ്പാവും. ആദ്യം കിട്ടുന്ന 2 ലൂപ്പിലൂടെ വലിക്കുന്നു, പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ. അതാണ് ഡബിൾ ക്രോഷ്യ. ഇനി ട്രിപ്പിൾ ക്രോഷ്യ നോക്കാം. 2 തവണ യാണിനെ ചുറ്റിക്കണം. എന്നിട്ട് ചെയിനിലുള്ളോടെ ഇൻസേർട്ട് ചെയ്യണു ഹുക്ക്, വീണ്ടും യാൺ ഓവർ ചെയ്തു, വീണ്ടും പുറത്തേക്ക് വലിക്കുന്നു. മൊത്തം 4 ലൂപ്പ് കിട്ടും. ആ 4 ലൂപ്പിൽ ആദ്യം കിട്ടുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക. പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് വലിക്കുക. പിന്നെ ശേഷം കിട്ടുന്ന 2 ലൂപ്പിലൂടെ വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് വലിക്കുക. ബസ്, ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ട്രിപ്പിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒന്ന് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യയ്ക്ക് ആണെങ്കിൽ നമ്മൾ 1 തവണ യാണ് ഹുക്കിൽ ചുറ്റിച്ചാൽ മതി. ഇവിടെ 2 തവണ നമ്മൾ യാണിനെ ചുറ്റിക്കുന്നുണ്ട്. യാൺ സ്പ്ലിറ്റ് ആയെന്ന് വെച്ചാൽ എഗെയിൻ നമ്മൾ എടുത്തിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ. ആദ്യം കിട്ടുന്ന 2 ലൂപ്പ് 2 ലൂപ്പ് 2 ലൂപ്പ്, അങ്ങനെ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തു. എഗെയിൻ കാണിക്കുന്ന കൺഫ്യൂഷൻ ഇല്ലാതാക്കാനാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യ കാണിക്കുന്നുണ്ട്. ഡബിൾ ക്രോഷ്യ ഞാൻ ട്രിപ്പിൾ ക്രോഷ്യൻ്റെ ഇടയിൽ എനിക്ക് അറിയാണ്ട് വന്നു പോയതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ തന്നെ വീണ്ടും യാണിനെ 2 തവണ ചുറ്റിക്കുന്നു. 4 ലൂപ്പ് കിട്ടണു. ആദ്യം കിട്ടുന്ന 2 ലൂപ്പിലൂടെ വലിക്കുന്നു, യാൺ ഓവർ ചെയ്യണു, വീണ്ടും യാണിനെ ചുറ്റിച്ചു 2 ലൂപ്പിലൂടെ വലിക്കുന്നു പുറത്തേക്ക്, പിന്നെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ വിട്ടിട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ചും ഹാഫ് ഡബിൾ ക്രോഷ്യ വിട്ടു എന്ന് ഞാൻ അങ്ങനെയല്ല. സിംഗിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും സിംഗിൾ ക്രോഷ്യയും ഹാഫ് ഡബിൾ ക്രോഷ്യയും, ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ആ സ്റ്റിച്ചും കൂടെ ഞാൻ കാണിക്കാം. നമ്മൾ പഴയ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇടാണ്. സ്ലിപ്പ് നോട്ട് ഇട്ടു, ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇൻസേർട്ട് ചെയ്യണു, യാൺ ഓവർ ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ സിംഗിൾ ക്രോഷ്യ അല്ലേ. ഇനി ഈ സിംഗിൾ ക്രോഷ്യ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ശരിക്കും അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് പഠിക്കേണ്ടത്. ഞാനൊരു ഓളത്തിൽ അങ്ങനെ ഡബിൾ ക്രോഷ്യ പറഞ്ഞു പോയി. ഇങ്ങനെ ചുറ്റിക്കാം. എന്നിട്ട് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു,
അതേപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരണു. നമുക്ക് 2-3 ലൂപ്പ് കിട്ടും അല്ലേ. ഈ 3 ലൂപ്പിലൂടെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ യാണിനെ പുറത്തേക്ക് വലിക്കുമ്പോൾ അത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആവുന്നുണ്ട്. അതായത് ഹുക്കിന് ആദ്യം നമ്മളൊന്ന് യാണിനെ ചുറ്റിക്കുന്നുണ്ട്. ചുറ്റിച്ചു, അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യണു, യാൺ ഓവർ ചെയ്ത് അതിലൂടെ തന്നെ പുറത്തേക്ക് വലിക്കണു. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം കവർ ചെയ്യുമ്പം ഹാഫ് ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടാക്കണ്ട, കിട്ടുന്ന 3 ലൂപ്പിലൂടെയും നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് യാണിനെ നമുക്ക് അതിലൂടെ വലിച്ചെടുക്കാം. ഓക്കെ അല്ലേ. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ സിംഗിൾ ക്രോഷ്യ ആയി, ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി, ഡബിൾ ക്രോഷ്യ ആയി, ട്രിപ്പിൾ ക്രോഷ്യ ആയി, സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് കാണിക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതിലൂടെ തന്നെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പം 2 ലൂപ്പ് കിട്ടും. പക്ഷേ നമ്മൾ ലൂപ്പ്സ് പിന്നെ വേറെ ഉണ്ടാക്കണില്ല. ആ കിട്ടിയ ലൂപ്പിനെ മറ്റേ ലൂപ്പിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുക്കും. യാൺ ഓവർ ചെയ്യുന്നില്ല, കണ്ടോ, പുറത്തേക്ക് കിട്ടുന്നു. ആ കിട്ടിയ ലൂപ്പിനെ നേരെ അതിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കും. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ അല്ലേ, ഡൺ അല്ലേ. അപ്പോൾ നമ്മുടെ ഇത്രയും ബേസിക് സ്റ്റിച്ചസ് നമ്മുടെ കയ്യിലായി അല്ലേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും നല്ല രീതിയിൽ അത് മാറ്റാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മാജിക് സർക്കിൾ അല്ലെങ്കിൽ മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതൊരു ടോയ് എടുത്താലും, ഒരു അമിഗുരുമി ഡോൾ എടുത്താലും അത് നമുക്ക് മാജിക് റിങ്ങില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാജിക് റിങ്ങിന് വേറെയും ചെയിൻസ് ഇട്ടിട്ട് മാജിക് റിങ് ഉണ്ടാക്കും. പക്ഷേ ഇതാണ് ഒരു പ്രോപ്പർ മാജിക് റിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം ഒരു റൗണ്ട് ഇടണു, എന്നിട്ട് ഹുക്ക് അതിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യണു. നോക്കി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണു. ആ 2 ഫിംഗറിൻ്റെ ഇടയിൽ വെച്ച യാണിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് യാണിനെ നമ്മൾ സാധാരണ ഹോൾഡ് ചെയ്യുന്ന കൂട്ട് ഇൻഡെക്സ് ഫിംഗറിലും സ്മോൾ ഫിംഗറിലും ചുറ്റിച്ചതിന് ശേഷം അവിടെ ഒരു നോട്ട് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് എഗെയിൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഒന്നും കൂടി നോക്കാം. ഞാൻ എഗെയിൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം നമുക്ക് ഇതിലൂടെ തന്നെ സിംഗിൾ ക്രോഷ്യ എങ്ങനെ ഇട്ട് പോകുന്നതെന്ന് നോക്കാം. ആ 2 യാണ് ഇപ്പോൾ മാജിക് റിങ്ങിൻ്റെ ടെയിലെൻഡ് ഉണ്ടാവും. നമ്മൾ വാലായിട്ട് നിൽക്കുന്നുണ്ട്, അതാണ് ടെയിലെൻഡ്. അതിനെയും മാജിക് റിങ്ങിൽ കിട്ടുന്ന ആ യാണിനെയും കൂടെ ഒരുമിച്ച് വേണം നമുക്കിനി ഓരോ സിംഗിൾ ക്രോഷ്യ അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ എന്താണോ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ. ഇങ്ങനെ മാജിക് റിങ്ങിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ്. ബേസിക് ശരിക്കും 6 സിംഗിൾ ക്രോഷ്യ അല്ലെങ്കിൽ 8, 10 അങ്ങനെ നമുക്ക് എത്ര സിംഗിൾ ക്രോഷ്യ വേണമെങ്കിലും അതിൽ ഇട്ട് കൊടുക്കാം. ഓരോ പാറ്റേണിനനുസരിച്ച് അത് വ്യത്യാസമായിട്ട് വരും. ഇനി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു ഇതിൽ ഞാൻ എങ്ങനെയൊക്കെ നമുക്ക് യാണിനെ ഓരോ തരത്തിൽ, ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ തന്നെ 3-4 ടൈപ്പ് സിംഗിൾ ക്രോഷ്യ വരുന്നുണ്ട്. അതായത് യാൺ അണ്ടർ, യാൺ ഓവർ, യാൺ ഓവർ, യാൺ ഓവർ, യാൺ അണ്ടർ, യാൺ ഓവർ, അങ്ങനെ കുറേ ടൈപ്പ് തന്നെ സിംഗിൾ ക്രോഷ്യ വരുന്നുണ്ട്. ഞാൻ കൂടുതലും അമിഗുരുമി ഡോൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം യാൺ അണ്ടർ, യാൺ ഓവറാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇട്ട് കാണിക്കാം. അടുത്ത ഒരു വീഡിയോയിൽ ഇത് തന്നെ അടുത്തതിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ആ യാൺ അണ്ടർ യാൺ ഓവർ വരുന്നതെന്ന് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു 6-7 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യക്കകത്ത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ, ഒരു മാജിക് സർക്കിൾ ഇട്ടു. അതിനകത്ത് കുറച്ച് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. അതിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യക്കകത്ത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കി. സ്ലിപ്പ് സ്റ്റിച്ച് എന്താണെന്ന് നമുക്കിപ്പോൾ സെറ്റല്ലേ. അങ്ങനെ ഇനി അടുത്ത റൗണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു മാജിക് റിങ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യാൺ അണ്ടറാണ്, യാൺ ഓവറാണ്. ഓക്കെ, അതായത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം യാൺ അണ്ടർ യാൺ ഓവർ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റിച്ചസ് കഴിഞ്ഞു. സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഒക്കെ. മാജിക് സർക്കിളും നമുക്ക് സെറ്റായി. അപ്പോൾ ഇനി മാജിക് സർക്കിളിനകത്ത് ഒരു ഡോളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് നമുക്ക് ക്രോഷ്യ ചെയ്യേണ്ട,
ഏതൊക്കെ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യയിൽ തന്നെ ഏതൊക്കെ പാറ്റേൺ വരുന്നുണ്ട് നോക്കാം. പാറ്റേൺ മീൻസ് മെത്തേഡ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു മാജിക് സർക്കിൾ ഇട്ടു, അതിനകത്ത് കുറച്ച് സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് തന്നെ കണ്ടോ, ഇതാണ് യാൺ അണ്ടർ, ഇത് യാൺ ഓവർ. ഇതൊരു മെത്തേഡാണ്. അതായത് യാൺ അണ്ടർ, അതായത് നമ്മൾ അടുത്ത സ്റ്റിച്ച് എടുത്തു, അല്ലെങ്കിൽ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്യാം. ഈ ഹുക്കിനെ ഇങ്ങനെ വെക്കുന്നു, ഹുക്കിന് മേലിലൂടെ യാണിനെ ചുറ്റിച്ചാൽ യാൺ ഓവർ, ഹുക്കിന് താഴെ കൂടിയാണെങ്കിൽ യാൺ അണ്ടർ. ഇപ്പം ക്ലിയർ ആയില്ലേ? ഇപ്പം ഡൗട്ടില്ലല്ലോ. യാൺ അണ്ടർ, യാൺ ഓവർ, യാൺ അണ്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് യാൺ അണ്ടർ യാൺ ഓവർ പ്രോസസ്സ് വരുന്നത്. കൂടുതലും നമുക്കിങ്ങനെ എക്സ് സ്റ്റിച്ചാണ് യാൺ അണ്ടർ യാൺ ഓവറിൽ കിട്ടുന്നത്. യാൺ ഓവർ ആകുമ്പോൾ വി ടൈപ്പ് സ്റ്റിച്ചസ് കിട്ടും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനിങ്ങനെ സ്റ്റിച്ചസ് ചെയ്തിട്ട് അതിന് ശേഷം ഉണ്ടാക്കിയ ഡോളുകളായിട്ട് കമ്പയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇനി അങ്ങനെ കമ്പയർ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് മെസ്സേജോ കമൻറ്റോ ആയിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് യാൺ, ഓക്കെ, യാൺ ഓവർ, ദെൻ അഗെയിൻ യാൺ ഓവർ. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാനിത് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതും കൂടെ കൊളാക്കി എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ യാൺ ഓവറാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ മിക്സാക്കി ചെയ്തു പോകുന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. യാൺ ഓവറാണോ യാൺ അണ്ടറാണോ. അതായത് ഹുക്കിന് അടിയിലൂടെയാണെങ്കിൽ അണ്ടർ, യാൺ അണ്ടർ. ഹുക്കിന് മേലെ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ യാൺ ഓവർ. ഓക്കെ, അത് നമ്മൾ 2 തവണ, അതായത് ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുമ്പം ഇത് യാൺ അണ്ടർ, യാൺ അണ്ടർ, യാൺ ഓവർ, അങ്ങനെ ചെയ്യാം. യാൺ അണ്ടർ, യാൺ ഓവർ. ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ അല്ലേ? ഇനി യാൺ ഓവർ, ഇതും യാൺ അണ്ടർ തന്നെ. അപ്പോൾ നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അതായത് യാൺ അണ്ടറും ഉണ്ട്, യാൺ ഓവറും ഉണ്ട്. അതൊരു മെത്തേഡ്. യാൺ ഓവർ ഉണ്ട്. ദെൻ യാൺ അണ്ടർ ഉണ്ട്. യാൺ അണ്ടറൊക്കെ നല്ല രസം ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കൂടുതലും യാൺ അണ്ടർ യാൺ ഓവറാണ് എന്തിനു ചെയ്യാറുള്ളൂ എന്നറിയോ? ഇങ്ങനെ ഡോൾസ് ചെയ്യുമ്പോൾ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുഞ്ഞു ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ യാൺ ഓവർ അങ്ങനെ ചെയ്യുമ്പം അത് ഉടുപ്പ് ചെയ്യുമ്പം കുറച്ചും കൂടി വലിയ സ്റ്റിച്ചസും കിട്ടും, പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനും മീൻസ് ഫാസ്റ്റായിട്ട് പോവാനും പറ്റും. എങ്ങനെ യാൺ ഓവർ ആണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞുടുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള ഉടുപ്പുകൾ ഉണ്ടാക്കുക, ഷൂസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതലും യാൺ ഓവർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. വി സ്റ്റിച്ചസ് ആയിരിക്കും. ഇനി ഇത് യാൺ അണ്ടറാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം യാൺ അണ്ടർ കൂടുതലും ഡോൾസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് യാൺ അണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയോളൂ, കണ്ടോ യാൺ അണ്ടർ കണ്ടോ, അതെനിക്ക് എനിക്കത് ഭയങ്കര ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ അങ്ങനെ അധികം ചെയ്യലില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് യാൺ അണ്ടറാണ്. യാൺ ഓവർ നമ്മളങ്ങനെ ഉടുപ്പ് അതുപോലെയുള്ളതിന് ചെയ്യാം. ഡോൾസിനാണെങ്കിൽ യാൺ ഓവർ അല്ലെങ്കിൽ യാൺ അണ്ടർ. ഇത് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഞാനത് അങ്ങനെ കാണിക്കാം. കണ്ടോ? അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ല കൺഫ്യൂഷൻ ആവും കേട്ടോ. നമ്മൾ ഡോൾസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കുഞ്ഞുടുപ്പ് ഉണ്ടാക്കാൻ വെക്കുമ്പോൾ ഞാൻ യാൺ ഓവർ ചെയ്ത് നോക്കും. അപ്പോഴായിരിക്കും വീണ്ടും കയ്യിൽ അത് തന്നെ വരും. എന്നിട്ട് ഞാൻ അത് കംപ്ലീറ്റ് അഴിച്ചിട്ട് പിന്നെ വീണ്ടും മാറ്റും. അങ്ങനെ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ടാസ്ക്കാണ്. കാരണം ഒരേ സ്റ്റിച്ചസ് അല്ലല്ലോ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരേ സ്റ്റിച്ചസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ പക്ഷെ അത് ഓരോ സ്റ്റിച്ചിലും വീഴുമ്പോൾ സ്റ്റിച്ചസിന് ആ വിയും എക്സും മാറി ഷേപ്പുകൾ വരികയല്ലേ. അപ്പോൾ അതിനുള്ള ചേഞ്ചസ് നമുക്കതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഞാനിത് മിക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം ചെയ്ത ബേസിക് സ്റ്റിച്ചസ് ഒന്നും കൂടെ നോക്കി നോക്കാം. ജസ്റ്റ് ഒറ്റ സ്ട്രെച്ചിന് നോക്കാം. നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നു.
ഓക്കെ, ഇനി നേരെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. യാണ് ഹോൾഡ് ചെയ്തതിന് ശേഷം നേരെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിത് ഇത്തിരി ഫാസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്, കാരണം ഇത്ര നേരം ഇനി നിങ്ങൾക്ക് ലാഗ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇതിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം സിംഗിൾ ക്രോഷ്യ. നമ്മൾ നേരത്തെ ഒരു ചെറിയ വ്യത്യാസത്തിൽ കാണിച്ചു. ഇപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, പിന്നെ ഡബിൾ ക്രോഷ്യ ആൻഡ് ദെൻ ഡബിൾ ക്രോഷ്യ വരെ ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇടാൻ പോയി, നമുക്കത് അഴിച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് നമ്മൾ അടുത്ത ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു, അതേപോലെ തന്നെ തിരിച്ച് അതിലൂടെ കൊണ്ടുവരുന്നു. കിട്ടണ 2 ലൂപ്പിലൂടെ വേറെ യാൺ ചുറ്റിക്കേണ്ട, അതേ കിട്ടിയ ലൂപ്പിനെ ഉള്ള ലൂപ്പിലൂടെ തന്നെ വലിച്ചെടുക്കുന്നു പുറത്തേക്ക്. ഇതിനടുത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തു, പുറത്തേക്ക് വലിക്കുന്നു. സിംഗിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട്. ദെൻ ഹാഫ് ഡബിൾ ക്രോഷ്യ, യാണിനെ ഒന്ന് ചുറ്റിക്കുന്നു, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്തു. കിട്ടുന്ന 3 ലൂപ്പിലൂടെയും കവർ ചെയ്ത് പുറത്തേക്ക് വലിക്കുന്നു. അടുത്തത് വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു, ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് അതേപോലെ തന്നെ യാണിനെ പുറത്തേക്ക് വലിക്കുന്നു. 3 ലൂപ്പ് കിട്ടും. ആദ്യം കിട്ടുന്ന 2 ലൂപ്പിലൂടെ, പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ. ദെൻ ഡബിൾ ക്രോഷ്യ, ദെൻ ട്രിപ്പിൾ ക്രോഷ്യ. ട്രിപ്പിൾ ക്രോഷ്യക്ക് നമ്മൾ 2 തവണ യാണിനെ ചുറ്റിക്കുന്നുണ്ട്. ദെൻ യാൺ ഓവർ ചെയ്തു, പുറത്തേക്ക് കൊണ്ടുവരുന്നു. 4 ലൂപ്പ് കിട്ടുന്നു. 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തു, വലിക്കുന്നു. പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ, ദെൻ അഗെയിൻ കിട്ടുന്ന 2 ലൂപ്പിലൂടെ. ഇതാണ് നമ്മളുടെ ബേസിക് സ്റ്റിച്ചസ്. ഇത് നിങ്ങൾക്ക് സെറ്റായെന്ന് വെച്ചാൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.